അപ്പോ ശ്രദ്ധിക്കുക, പുറപ്പെട്ട വസ്തു മനിയാണ് എന്ന് എങ്ങനെ അറിയും? അതാ പറയുന്നത്, യുറഫുൽ മനിയു, മനിയിനെ അറിയപ്പെടും ബി തദഫുഖിൻ, തെറിച്ചു പുറപ്പെടലുകൊണ്ട്. പുരുഷന്മാർക്ക് മനിയ് പുറപ്പെടൽ സാധാരണഗതിയിൽ തുള്ളി തുള്ളിയായി തെറിച്ചു വരിക, ഒന്നിച്ചിങ്ങനെ മൂത്രം വരുന്നത് പോലെ ഒഴുകല്ല. ഇതിപ്പോ വലിയ ആളുകൾക്ക് ഒന്ന് എന്തിനാ മുസ്ലിയാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതറിയാത്ത കുട്ടികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ എങ്കിലും നമ്മൾക്ക് മനസ്സിലായിരിക്കട്ടെ എന്നുള്ള ആൾക്കാണ്. അപ്പൊ തുള്ളിയായി തെറിച്ചുകൊണ്ടാണ് പുരുഷന്റെ മനിയ് പുറപ്പെടുന്നത്. സ്ത്രീകൾക്ക് ഇങ്ങനെ ആവണം എന്നില്ല. അതാ പറഞ്ഞ അല്ലെങ്കിൽ ഔലദ്ദത്തിൻ, അടാ തെറിച്ചു പുറപ്പെടുന്നത് കൊണ്ട് അറിയപ്പെടും, അതൊരു അടയാളാണ്. പക്ഷേ പുരുഷന്മാർക്ക് ആ സാധാരണഗതിയിൽ. അതേ സമയത്ത് ഔലദ്ദത്തിൻ, അല്ലെങ്കിൽ ഈ സാധനം പുറപ്പെടൽ കൊണ്ട് പ്രത്യേക രസം അനുഭവപ്പെടും, പ്രത്യേകമായ രസം അനുഭവപ്പെടുക. അത് സ്ത്രീക്കുണ്ട് പുരുഷനുമുണ്ട്. അപ്പോ രണ്ട് ലക്ഷണം കൂടി ഉണ്ടായിക്കൊള്ളുന്നില്ല, രണ്ടാലേതെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാകാൻ മതി. ഉദാഹരണം, സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുന്നു, ലൈംഗികമായ വികാരമോർച്ച, അതിൻ്റെതായ പ്രത്യേക രസം അവൾക്കും അനുഭവപ്പെടും. പക്ഷേ പുരുഷനെ പോലെ തുള്ളികളായി തെറിച്ചു വന്നുകൊള്ളണം എന്നില്ല. അപ്പൊ ചിലർക്ക് സംശയമുണ്ട്, സ്ത്രീക്ക് ഇനി പുരുഷനെ പോലെ സ്ഖലനം ഉണ്ടാവുമെന്ന്. സ്ഖലനം സ്ത്രീക്കും ഉണ്ടാവും പുരുഷനും ഉണ്ടാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പുരുഷന്റേത് ഒന്നിച്ച് ലൈംഗിക വീഴ്ചയുടെ ലാസ്റ്റ് തുള്ളിയായി തെറിച്ച് വരികയായിരിക്കും, അതങ്ങനെ തന്നെ പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. അതേസമയത്ത് സ്ത്രീയുടേത് അങ്ങനെയല്ല, ലൈംഗിക മൂർച്ച തുടങ്ങി ക്രമേണ അത് അവസാനിക്കുക ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രമേണയായിരിക്കും സ്ത്രീക്ക് സ്ഖലനം സംഭവിക്കുന്നത്. അപ്പൊ ഈ തെറിച്ചു പുറപ്പെടുക എന്നുള്ള ലക്ഷണം അവിടെ ഇല്ല. അവിടെ ഉള്ളത് രസം അനുഭവപ്പെടുക, പ്രത്യേകമായ ലൈംഗികമായ ഒരു സുഖം ഈ സ്ഖലന സമയത്ത് അനുഭവപ്പെടും. മൂന്നാമത് മറ്റൊരു ലക്ഷണമാണ് ഔജീഹി അജീനിൻ, ഗോതമ്പ് മാവ്. നമ്മള് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആട്ടപ്പൊടി, ഗോതമ്പൊടി കുഴച്ചു വെച്ചാൽ അതിനുണ്ട് ഒരു പ്രത്യേക വാസന. ഈ വാസന ഉണ്ടാവും മനിയിന് എപ്പോഴും റത്തുബൻ, പച്ചയാവുമ്പോ, ഉണങ്ങാതിരിക്കുമെന്നർത്ഥം. മനിയ് പുറപ്പെട്ട് അത് ഉണങ്ങാത്ത മനിയാണെങ്കിൽ അതിന് ഏകദേശം ഗോതമ്പ് മാവിന്റെ ഒരു വാസന ഉണ്ടാവാം. എന്നാൽ ബയാദി ബീളിൻ, കോഴിമുട്ടയുടെ വെള്ള, കോഴിമുട്ടക്ക് വെള്ളക്കരു മഞ്ഞക്കരു ഇങ്ങനെ രണ്ടാണല്ലോ, അതിൽ ഈ വെള്ളക്കരുവിനുണ്ട് ഒരു പ്രത്യേക വാസന. ആ വാസന കൊണ്ട് അറിയപ്പെടും ജാഫൻ, മനിയ ഉണങ്ങിയാൽ. എന്നാൽ വസ്ത്രത്തിൽ ഉണങ്ങിപ്പിടിച്ച് മനിയ കണ്ടു, ഇത് മനിയ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ അത് വാസനിച്ചു നോക്കിയാൽ ആ വസ്തുവിന് കോഴിമുട്ടയുടെ വെള്ളക്കരുവിന്റെ വാസന ഉണ്ടാവും. അപ്പോ ഉണങ്ങിയാതായാൽ മുട്ടയുടെ വെള്ളക്കരുവിന്റെ വാസന കൊണ്ടും പച്ചയായിരിക്കുമ്പോൾ ഗോതമ്പ് മാവിന്റെ വാസന കൊണ്ടും വാസനയോണ്ട് തിരിച്ചറിയും. മൂന്നാലൊരു ലക്ഷണം ഉണ്ടായാൽ അത് മനിയാണെന്ന് വരും. അതാ, മൂന്നും കൂടി വേണമെന്നില്ല, മൂന്നിൽ ഏതെങ്കിലും ഒന്ന്. ഒരു പക്ഷേ തുള്ളികളായി തെറിച്ചു പുറപ്പെടുക, അതല്ലെങ്കിൽ ഈ വസ്തു പുറപ്പെടുന്ന സമയത്ത് ലൈംഗികമായ പ്രത്യേക സുഖം അനുഭവപ്പെടുക, അതല്ലെങ്കിൽ രണ്ടാലൊരു വാസന, പച്ചയാവുമ്പോൾ ഗോതമ്പ് മാവിന്റെയോ ഉണങ്ങിയതാണെങ്കിൽ മുട്ടയുടെ വെള്ളക്കരുവിന്റെയോ വാസന വരിക. ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷണമുണ്ടെങ്കിൽ അത് മനിയാണ്. ഇതുകൊണ്ട് തന്നെ നോക്കിയാൽ മതി. മതിയെ നോക്കുമ്പോൾ ഈ മൂന്നും ഉണ്ടാവില്ല. മതിയെ പുറപ്പെടുമ്പോൾ പ്രത്യേകമായ ലൈംഗിക സുഖം അനുഭവപ്പെടില്ല, അത് തെറിച്ചുകൊണ്ടല്ല പുറപ്പെടുന്നത്. അത് തന്നെയല്ല ഈ പറഞ്ഞ രണ്ട് വാസനയും അതിനില്ല.